ഇന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ വരുന്നുണ്ട്. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. അവൻ ഇപ്പം തന്നെ വരും. അപ്പം നമുക്ക് അവനെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ട്. ഈ ഗുരുകുലവാസം കൊണ്ട് ഞാൻ ഇതൊക്കെ അളിയന്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുത്തിട്ട് ഇവിടുന്ന് പോകുള്ളൂ അളിയാ. സബ്സ്ക്രൈബർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയില്ല ആളെങ്ങനെയാണെന്ന് അറിയില്ല. ഇവന്റെ സീറ്റ വരച്ചത് എന്റെ തലേ വരച്ചിരുന്നെങ്കിൽ അല്ല, ആദ്യമായിട്ട് കാണുകയാണ്. അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ ഒന്ന് കുഞ്ഞേരൂ. ഹായ്, യാത്രയൊക്കെ സുഖമായിരുന്നു? ഇത്ര ചെറുപ്രായത്തിലേ വേണ്ടാത്ത തൊഴിലിനിറങ്ങിയ മോരടിച്ചു പോകും. അവൻ അകത്ത് കുളിക്കാൻ പോയിരിക്കുകയാണ്. ഒന്നര മണിക്കൂറായല്ലോ കേറിയിട്ട്. 1.5 മണിക്കൂറായോ? പിന്നെ ഞാൻ അരി പഠിച്ചോണ്ടിരുന്നപ്പോ കേറിയതാ. പുട്ടും ഉണ്ടാക്കി പപ്പടവും കാച്ചി കഴിഞ്ഞു. കുഴപ്പമായോ ദൈവമേ? അവൻ അകത്ത് കുളിക്കാൻ പോയിരിക്കുകയാണ്. നമുക്കൊന്ന് ചെറുതായിട്ട് ടീസ് ചെയ്ത് നോക്കാം. ടീച്ചറിന് എപ്പോഴും മുട്ടാനും തട്ടാനും നേരമുണ്ട്. അപ്പൊ അവൻ എന്ത് ചെയ്യും നമുക്കറിയണ്ടേ. ഒന്ന് ടെസ്റ്റ് ചെയ്യാന്നേ. ഉണ്ടത്തി ചേച്ചി ഇപ്പൊ പണിക്കർക്ക് വേണ്ടി മാത്രം ചെയ്യണ ആ പണിയില്ലേ, അത് നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടി ചെയ്യുന്ന ഒരാള് ഞങ്ങളുടെ ചേരിയിലുണ്ട്. സർവീസു വലിയ യൂണിയൻ അവരുടെ. എന്താ നോക്കണ ഒരു മെമ്പർഷിപ്പ്? ദാ, ഞാൻ ബെഡ്റൂമിലുണ്ടേ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് കിടക്കുവാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വന്നാ മതി. കൊള്ളാം, നല്ല ബെസ്റ്റ് ബിസിനസ്. ഞാൻ നൈസായിട്ട് കിടക്കാൻ പോവാണ്. ഇതും കൂടി കഴിഞ്ഞാ നിന്റെ ദാമ്പത്യ ജീവിതം ശുഭകരം മോളെ. അവളുടെ ഒരു ഡ്രസ്സ് പ്രൊഡ്യൂസർക്ക് ചെലവുണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് ചുറ്റിക്കെട്ടി ഇറങ്ങിക്കോളും. അയ്യടാ, പെണ്ണുങ്ങളെ സഹായിക്കാൻ എന്തൊരു ഉത്സാഹം.